നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നോക്കുന്നതിന് മുന്നേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംഹിതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം അതിന്റെ അധികാരം നടത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതിന്റെ? കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷന് മുൻപ് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് മുൻപ് ലോകത്തിൽ ആദ്യം എഴുതപ്പെട്ട നിയമസംഹിത ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഹമ്മുറാബീസ് കോഡാണ്. ഈ ഹമ്മുറാബീസ് കോഡ് എവിടെയാണ് ആദ്യം ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പുരാതന ബാബിലോണിലാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഹമ്മുറാബീസ് കോഡ് ഉണ്ടാവുന്നത്. അവിടുത്തെ ഒരു ഭരണാധികാരിയാണ് ഈ ഹമ്മുറാബീസ് കോഡ് എഴുതപ്പെടുന്നത്. അദ്ദേഹത്തെയാണ് നമ്മള് പുരാതന കാലത്തെ അല്ലെങ്കിൽ വേൾഡിലെ ആദ്യത്തെ നിയമജ്ഞൻ എന്ന് പറയുന്നത്. Who is the first Jewish ഹമ്മുറാബി? ഹമ്മുറാബീസ് കോഡിന്റെ നിയമജ്ഞൻ എന്ന് പറയുന്നത് ഹമ്മുറാബിയാണ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ നിയമ സംഹിത എന്ന് പറയുന്നത് ഹമ്മുറാബീസ് കോഡാണ്. അത് എഴുതപ്പെട്ടത് ഹമ്മുറാബി വഴിയാണ്. അപ്പൊ നമ്മള് ലോകത്തിലെ ആദ്യത്തെ നിയമ സംഹിതയെ പറ്റി നോക്കിയായിരുന്നു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സംഹിത ഏതാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ നിയമ സംഹിത എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ നിയമജ്ഞൻ എന്ന് പറയുന്നത് മനു. അപ്പോ ലോകത്തിലെ ആദ്യത്തെ നിയമ സംഹിത എന്ന് പറയുന്നത് ഹമ്മുറാബീസ് കോഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നിയമജ്ഞൻ എന്ന് പറയുന്നത് ഹമ്മുറാബിയാണ്. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസംഹിത എന്ന് പറയുന്നത് മനുസ്മൃതി. അപ്പോ ആദ്യത്തെ നിയമജ്ഞൻ എന്ന് പറയുന്നത് മനു. അങ്ങനെ ഈ മനുവിനെയും മനുസ്മൃതിയെ പറ്റിയും നമ്മൾ പഠിക്കുമ്പോൾ ഒപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉറവിടം കൂടി ഇവിടെ ഉണ്ടാവുകയാണ്. അതായത് ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആര് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഡോക്ടർ BR അംബേദ്കർ ആണ്. ആധുനിക മനു മാത്രമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ്, ശില്പി എന്നൊക്കെ ഡോക്ടർ അംബേദ്കറിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്താന്ന് നോക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ മെയിൻ പോയിന്റ് ആയ ഭരണഘടന നിർമ്മാണ സഭ എന്താണെന്ന് നമുക്ക് പഠിക്കാം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടന നിർമ്മാണ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ മേക്കിംഗ് ബോഡിയെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് MN റോയ്. ഓക്കെ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആശയം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് MN റോയ്. അപ്പൊ MN റോയിനെ പറ്റിയും ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയും പറയുമ്പോൾ ഈ ഒരു ആശയം ഏത് പത്രം വഴിയാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യനും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഇന്ത്യൻ പത്രം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാട്രിയോട്ട് എന്നാണ്. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു പത്രത്തിലൂടെയാണ് MN റോയ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ആശയം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ MN റോയിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരവും MN റോയ് തന്നെയാണ്. അപ്പോ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ആശയം ആദ്യമായി കൊണ്ടുവരുന്നത് MN റോയ് ആണ്. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനകീയ ആസൂത്രണത്തിന്റെ ശില്പി എന്നും MN റോയ് അറിയപ്പെടുന്നുണ്ട്.